നമസ്കാരം. റിസർവ് ബാങ്ക് കൊച്ചി റീജിയണൽ ഓഫീസിലെ വനിതാ ദിനാഘോഷമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഒരു വനിതാ ദിനാഘോഷം എങ്ങനെ വൈറലാവാനാണെന്ന്. ആവും. കാരണം ഉദ്ഘാടനം ചെയ്ത വ്യക്തി UPA കേസിലെ കൂട്ടുപ്രതിയാണെങ്കിൽ മാധ്യമപ്രവർത്തക KK ഷാഹിനെയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. മദനി പ്രതിയായ UPA കേസിൽ കൂട്ടുപ്രതിയായി ബംഗളൂരു NIA കോടതിയിൽ വിചാരണ നേരിടുന്ന ഷാഹിനെയെ ഭരണഘടനാ സ്ഥാപനമായ റിസർവ് ബാങ്കിന്റെ ചടങ്ങിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ചത് എങ്ങനെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. റിസർവ് ബാങ്ക് വനിതാ ദിനാഘോഷം കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുന്ന ചിത്രങ്ങൾ ഷാഹിന തന്നെയാണ് പുറത്തുവിട്ടത്. നിലവിളക്ക് കൊളുത്താൻ പറ്റില്ലെന്ന ഷാഹിനയുടെ പ്രശ്നം പരിഹരിച്ചാണ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം നടത്തിയത്. ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഒരു പ്രതിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. റിസർവ് ബാങ്ക് കൊച്ചി ഓഫീസിൽ പച്ച വെളിച്ചം പിടിമുറുക്കിയോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. UPA കേസ് പ്രതിയെ മുഖ്യാതിഥിയാക്കിയതിനെ തുടർന്ന് റിസർവ് ബാങ്ക് ഗവർണർക്കും കേന്ദ്ര ധനമന്ത്രിക്കും പരാതികൾ പ്രവഹിക്കുകയാണ്. 2008 ബാംഗ്ലൂർ പരമ്പര സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് PDP നേതാവ് അബ്ദുൾ നാസർ മദനിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ഷാഹിനയ്ക്ക് എന്ത് ബന്ധമെന്നല്ലേ? ഇന്നോവ കാറിലെത്തിയ ഷാഹിനയും കൂട്ടാളികളും സ്ഫോടന പരമ്പര കേസിൽ മദനിക്കും നാസറിനുമെതിരെ തെളിവ് നൽകിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് സോംവാർപേട്ട് താലൂക്കിൽ നിന്നുള്ള KB റഫീഖ്, യോഗാനന്ദ് എന്നിവർ നൽകിയ കേസിലാണ് ഇവർ അറസ്റ്റിലാകുന്നതും തുടർന്നുള്ള അന്വേഷണത്തിൽ മദനിയുടെ കൂട്ടുപ്രതിയാണ് ഇവരെന്നും കണ്ടെത്തുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയെയാണോ വനിതാ ദിനം ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നത്? ഇവിടെ പേരുകേട്ട വനിതകൾ ഇല്ലെന്ന് തോന്നിയത് കൊണ്ടാണോ? രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്ത ഷാഹിനയെ മാത്രമേ നിങ്ങൾക്ക് മുഖ്യാതിഥിയായി കിട്ടിയോളോ? അതോ SDPI പോലുള്ള പാർട്ടികളുടെ സ്വാധീനം അവിടെയും കടന്നുകൂടിയോ? നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.